أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. السلام عليكم ورحمة الله. ഇന്ന് നാം സൂറത്ത് നൂറിലെ 1-2 ആയത്തുകളെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയിലേക്കാണ് കടക്കുന്നത്. ഇൻഷാ അല്ലാഹ്. സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രത്യേക വിഷയത്തിലേക്ക് കുറച്ച് ആഴത്തിൽ തന്നെ ഇറങ്ങിച്ചെല്ലുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള വ്യഭിചാരത്തിനുള്ള ശിക്ഷ, നിയമവും വ്യാഖ്യാനങ്ങളും എന്ന ആ രേഖയുണ്ടല്ലോ, അതിനെ അടിസ്ഥാനമാക്കി വ്യഭിചാരത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക നിയമങ്ങളും അതിൻ്റെ പലതരം വ്യാഖ്യാനങ്ങളുമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഈ രേഖ അത് പ്രധാനമായും ഖുർആനിലെ സൂറത്തു നൂർ എന്ന അധ്യായത്തിലെ ചില നിയമങ്ങൾ, പിന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ, അതിലൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു യുക്തി, പശ്ചാത്തലം, ഇതൊക്കെയൊന്ന് മനസ്സിലാക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഉറവിടത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു സങ്കീർണമായ വിഷയം തന്നെയാണ്. ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ തന്നെ പല കാര്യങ്ങളിലും വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ രേഖ അത് ഈ വിഷയത്തിലെ ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ രേഖയിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക എന്നത് മാത്രമാണ്. ഇതിലെ വാദങ്ങളെ നമ്മളിവിടെ ശരിവയ്ക്കുകയോ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ ചെയ്യുന്നില്ല. ശരിയാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ പറയുന്ന നിയമങ്ങൾ, അതായത് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇത് വെറും ഉപദേശങ്ങളല്ല, മറിച്ച് ദൈവത്തിന്റെ കൽപ്പനകളാണ് എന്ന് ഈ രേഖയുടെ തുടക്കത്തിൽ തന്നെ, അതായത് സൂക്തം 1 അടിവരയിടുന്നുണ്ട്, അല്ലേ? എന്ന് ഈ രേഖ നിർവചിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സൂക്തം 2 പോയിന്റ് 1 നോക്കിയാൽ, ഓക്കെ, നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഒരു പുരുഷനും സ്ത്രീയും അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, അതിനെയാണ് ഈ രേഖ വ്യഭിചാരമായിട്ട് പറയുന്നത്. അതായത് മനുഷ്യന്റെ ഒരു അടിസ്ഥാന പ്രകൃതി, പിന്നെ ഒരു സുസ്ഥിരമായ കുടുംബം, സമൂഹം, ഇതിന്റെയൊക്കെ ആവശ്യകത, അതൊക്കെ വെച്ചു നോക്കുമ്പോൾ ഇത്തരം ബന്ധങ്ങൾ ശരിയല്ല, അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ഈ രേഖയുടെ ഒരു വാദം. എന്നുവെച്ചാൽ വിവാഹമെന്നൊരു അംഗീകൃത സംവിധാനം വേണം, അതിലൂടെയല്ലാതെ ലൈംഗിക ബന്ധം പാടില്ല, അങ്ങനെ ഒരു ആശയമാണോ ഈ രേഖ പങ്കുവയ്ക്കുന്നത്? കൃത്യമായി പറഞ്ഞാൽ അതെ. വിവാഹമെന്ന ആ ഒരു കരാറില്ലാത്ത ബന്ധങ്ങൾ, അത് കുടുംബജീവിതത്തിന്, അതുപോലെ തലമുറകളുടെ ഒരു സംരക്ഷണത്തിന്, പിന്നെ മൊത്തത്തില് മനുഷ്യ നാഗരികതയ്ക്ക് തന്നെ ഭീഷണിയാണ് എന്നാണ് ഈ ഉറവിടം പറയുന്നത്. മനുഷ്യക്കുഞ്ഞിന് ഒരുപാട് കാലത്തെ സംരക്ഷണം വേണമല്ലോ, അതിനൊരു സ്ഥിരതയുള്ള കുടുംബം വേണം. അങ്ങനെയുള്ള വാദങ്ങളാണ് ഇതിലുള്ളത്. ചരിത്രപരമായി നോക്കിയാൽ മറ്റ് സമൂഹങ്ങളൊക്കെ ഇതിനെ എങ്ങനെയാണ് കണ്ടിരുന്നത്? ഈ രേഖ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. പോയിന്റ് 2 അതാണ് പറയുന്നത്. മിക്ക പുരാതന സമൂഹങ്ങളും അവരെല്ലാം വ്യഭിചാരത്തെ ഒരു തെറ്റായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. പക്ഷെ ശിക്ഷയുടെ കാര്യത്തിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പല നിയമങ്ങളും, അവിവാഹിതർ തമ്മിലുള്ള ബന്ധം, അതായത് ഫോണിക്കേഷൻ എന്ന് പറയില്ലേ, അതും വിവാഹിതർ ഉൾപ്പെട്ട ബന്ധം, അഡൾട്ടറി, അത് രണ്ടും തമ്മിൽ വേർതിരിച്ചിരുന്നു. സാധാരണയായി ഈ രണ്ടാമത്തേതിന്, അതായത് വിവാഹിതരുടേതിന് കടുത്ത ശിക്ഷയായിരുന്നു നൽകിയിരുന്നത്. ഉദാഹരണത്തിന് പഴയ ബാബിലോണിയ, അസീലിയ, ഇന്ത്യ, ഈജിപ്റ്റ്, ഇവിടെയൊക്കെ അവിവാഹിതർക്ക് ശിക്ഷ കുറവായിരുന്നു. ഗ്രീക്ക്, റോമൻ നിയമങ്ങളിലും കാലക്രമേണ മാറ്റങ്ങൾ വന്നു. യഹൂദ നിയമത്തിൽ ബൈബിളിൽ പറയുന്നത് വ്യഭിചാരത്തിന് കല്ലെറിഞ്ഞു കൊല്ലൽ വരെ ശിക്ഷയുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ പിന്നീട് അവരത് അത്ര കർശനമായി നടപ്പാക്കിയിരുന്നില്ല എന്നും. യേശുവിന്റെ കാലത്തെ ഒരു സംഭവം യോഹന്നാൻ 8 പറയുന്നത് അത് ഉദ്ധരിച്ചുകൊണ്ട് ഈ രേഖ വിശദീകരിക്കുന്നുണ്ട്. ആ സംഭവം യേശു പറഞ്ഞില്ലേ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്നത്? അത് പ്രശസ്തമാണല്ലോ.
അതെ. പക്ഷെ ആ സമയത്ത് യേശു ഒരു ന്യായാധിപന്റെ സ്ഥാനത്തായിരുന്നില്ലെന്നും കുറ്റം ഔദ്യോഗികമായി തെളിയിക്കപ്പെട്ടിട്ടില്ലായിരുന്നെന്നും പിന്നെ നിയമം നടപ്പാക്കാൻ അധികാരമുള്ള ഭരണകൂടം അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് ഈ രേഖ ആ സംഭവത്തെ വ്യാഖ്യാനിക്കുന്നത്. ഇനി ക്രിസ്തീയ കാഴ്ചപ്പാട് നോക്കിയാൽ അവിവാഹിതരുടെ വ്യഭിചാരം ഒരു പാപമാണ്, എന്നാലും നിയമപരമായ കുറ്റമല്ല. വിവാഹിതരുടേത് ഒരു കരാർ ലംഘനമാണ്, അതുകൊണ്ട് കുറ്റമാണ്. ശിക്ഷയാണെങ്കിൽ പ്രധാനമായും വിവാഹമോചനവും പിഴയുമായിരുന്നു. ആധുനിക പാശ്ചാത്യ നിയമങ്ങൾ ഇതിൽ നിന്നാണ് ഒരു പരിധിവരെ രൂപപ്പെട്ടതെന്നും അവിടെ പരസ്പര സമ്മതത്തോടെയുള്ള വ്യഭിചാരം സാധാരണഗതിയിൽ ഒരു കുറ്റകൃത്യമായി കാണുന്നില്ലെന്നും ഈ രേഖ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാട് ഈ രേഖയനുസരിച്ച് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണെന്ന് തോന്നുന്നു, അല്ലേ? ചെയ്യുമ്പോൾ അതിന്റെ ഗൗരവം കൂടുന്നു. കാരണം എന്താന്ന് വെച്ചാ, എന്താണ് കാരണം? അയാൾക്ക് ലൈംഗിക ആവശ്യം നിയമാനുസൃതം നിറവേറ്റാൻ ഒരു മാർഗം, അതായത് ഭാര്യ-ഭർത്താവ് ഉണ്ടായിട്ടും അയാൾ തെറ്റായ വഴി തെരഞ്ഞെടുത്തു. ഇത് കുടുംബത്തിനും സമൂഹത്തിനും കൂടുതൽ ദോഷകരമാണ്. അതാണ് വാദം. ഇതിനും ഉപമയും ഈ രേഖയിൽ പറയുന്നുണ്ടല്ലോ, ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നത് പോലെയെന്ന്. അതെ അതെ, പണമില്ലാത്ത ഒരാൾ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നത് ഒരു കുറ്റമാണ്. എന്നാൽ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടായിട്ടും മനഃപൂർവ്വം ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നത് കുറച്ചും കൂടി ഗൗരവമുള്ള കുറ്റമാണെന്ന് നമ്മൾ പറയില്ലേ, അതുപോലൊരു ഉപമയാണ്. വിവാഹിതന്റെ വ്യഭിചാരത്തെ അങ്ങനെയാണ് ഈ രേഖ കാണുന്നത്. ശരി. അപ്പോൾ ഈ ശിക്ഷ മാത്രമാണോ ഇതിനൊരു പരിഹാരം? ഇസ്ലാമിക നിയമത്തിൽ ശിക്ഷ മാത്രമാണോ പ്രതിവിധി? അല്ല, അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. നിയമപരമായ ശിക്ഷ എന്നത് ഒരു അവസാനത്തെ അടവ് മാത്രമാണെന്ന് ഈ രേഖ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പോയിന്റ് 4 അതാണ് പറയുന്നത്. ഇതൊറ്റപ്പെട്ടൊരു കാര്യമല്ല, ഒരു വലിയ സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ ശിക്ഷ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ധാർമ്മികവും ആത്മീയവുമായ ബോധവൽക്കരണം. അതായത് ദൈവത്തെക്കുറിച്ചുള്ള ബോധം, പരലോക ചിന്ത, നിയമങ്ങൾ അനുസരിക്കേണ്ടതിന്റെ പ്രാധാന്യം, ഇതൊക്കെ ഊട്ടിയുറപ്പിക്കുക. 2, സാമൂഹികമായ ക്രമീകരണങ്ങൾ. വിവാഹം കഴിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക, അത് എളുപ്പമാക്കുക. ഈ രേഖ 4 ഭാര്യമാർ വരെ അനുവദിച്ചതിനെ ഈ ഒരു പശ്ചാത്തലത്തിൽ കാണുന്നുണ്ട്. പിന്നെ ആവശ്യമെങ്കിൽ മാന്യമായി പിരിയാനുള്ള വഴികൾ കൊടുക്കുക, തൊലാക്ക്, ഖുൽഅ് ഒക്കെ. 3, പ്രലോഭനങ്ങളെ തടയാനുള്ള മുൻകരുതലുകൾ. സ്ത്രീകൾക്ക് പർദ്ദ നിർബന്ധമാക്കിയത് സൂറ അഹ്സാബിൽ പറയുന്നുണ്ട്. അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്നത് നിയന്ത്രിക്കുക, നോട്ടം നിയന്ത്രിക്കാൻ പറയുക, വീടുകളിലെ പെരുമാറ്റം മര്യാദകൾ, പിന്നെ അപവാദ പ്രചാരണം തടയുക. ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പോ ഈ മുൻകരുതലുകളൊക്കെയുണ്ട്. അതിനുശേഷവും കുറ്റം സംഭവിച്ചാൽ അപ്പോഴാണ് ശിക്ഷയുടെ കാര്യം വരുന്നത്. എന്താണ് ശിക്ഷ? സൂറത്തു നൂറിലെ 2-ാം സൂക്തം പറയുന്നത് 100 അടി എന്നാണല്ലോ. അതെ, വ്യഭിചാരിണിക്കും വ്യഭിചാരിക്കും 100 അടി വീതം നൽകണം, അതാണ് ആ സൂക്തം പറയുന്നത്. എന്നാൽ ഈ ശിക്ഷ അവിവാഹിതരായ ആളുകൾക്ക് മാത്രമാണ് ബാധകം എന്നാണ് ഈ രേഖ വ്യാഖ്യാനിക്കുന്നത്. പോയിന്റ് 6 ശ്രദ്ധിച്ചാൽ മതി. സൂറത്തു നിസായിലെ ചില സൂക്തങ്ങൾ, അതായത് 15-25 സൂക്തങ്ങൾ, അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു നിഗമനത്തിലെത്തുന്നത്. അവിടെ അടിമസ്ത്രീ വ്യഭിചരിച്ചാൽ അവളുടെ ശിക്ഷ സ്വതന്ത്രയായ അവിവാഹിതയുടെ പകുതിയാണെന്ന് പറയുന്നുണ്ട്. 100 അടിയുടെ പകുതി 50 ആണല്ലോ. അപ്പോ ഇത് സൂചിപ്പിക്കുന്നത് 100 അടി എന്നത് അവിവാഹിതർക്കുള്ള ശിക്ഷയാണെന്നാണ് ഈ രേഖയുടെ വാദം. ഓക്കെ. അപ്പോൾ വിവാഹിതരുടെ കാര്യം? അവരുടെ ശിക്ഷയെക്കുറിച്ച് ഈ സൂക്തത്തിൽ നേരിട്ട് പറയുന്നില്ലല്ലോ. അവിടെയാണ് ഈ രേഖ മറ്റൊരു തെളിവ് കൊണ്ടുവരുന്നത്. പോയിന്റ് 7 വിവാഹിതരുടെ വ്യഭിചാരത്തിനുള്ള ശിക്ഷ റജ്ജുമാണെന്നാണ് ഈ രേഖ പറയുന്നത്, അതായത് എറിഞ്ഞു കൊല്ലൽ. ഇത് ഖുറാനിലെ ഈ പ്രത്യേക സൂക്തത്തിലില്ല, പക്ഷേ പ്രവാചകന്റെ ചര്യയിൽ, അതായത് സുന്നത്തിൽ ഇത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നും ആദ്യകാല ഭരണാധികാരികൾ ഇത് നടപ്പാക്കിയിട്ടുണ്ട് എന്നും വളരെ ചുരുക്കം ചില വിഭാഗങ്ങൾ, ഖവാരിജുകൾ, ചില മുഴ്തസിലകൾ ഒഴികെ ഭൂരിഭാഗം ഇസ്ലാമിക പണ്ഡിതരും ഇത് അംഗീകരിച്ചിട്ടുണ്ട് എന്നും ഈ രേഖ വാദിക്കുന്നു. ഒരു സംശയം. ഖുറാനിൽ ഇല്ലാത്ത ഒരു ശിക്ഷ പ്രവാചകൻ കൊണ്ടുവന്നു എന്ന് പറയുന്നത് അത് ഖുറാനിനെതിരാവില്ലേ? ഈയൊരു വാദത്തെ ഈ രേഖ എങ്ങനെയാണ് നേരിടുന്നത്? നല്ല ചോദ്യമാണ്. ഖുർആനിലെ പല നിയമങ്ങളും പ്രവാചകൻ വിശദീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രായോഗിക രൂപം കാണിച്ചു തന്നിട്ടുണ്ട് എന്നതാണ് ഈ രേഖയുടെ മറുപടി. ഉദാഹരണത്തിന്, ഖുർആൻ കള്ളന്റെ കൈ മുറിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ എന്തു മോഷ്ടിച്ചാൽ, എത്രത്തോളം മോഷ്ടിച്ചാൽ കൈ മുറിക്കണം എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ പ്രവാചകനാണ് പഠിപ്പിച്ചത്. അതുപോലെ
മുലകുടി ബന്ധം വഴി വിവാഹം നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ, അതിലും പ്രവാചകൻ വിശദീകരണം നൽകിയിട്ടുണ്ട്. അതുപോലെ ഖുർആൻ പൊതുവായി വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ, അതായത് വിവാഹിതനും അവിവാഹിതനും തമ്മിലുള്ള ശിക്ഷയിലെ വ്യത്യാസം, അത് പ്രവാചകൻ ചര്യയിലൂടെ പഠിപ്പിച്ചു. അതാണ് ഈ രേഖ വാദിക്കുന്നത്. അതുകൊണ്ട് ഇത് ഖുർആനിനെതിരല്ല, മറിച്ച് അതിന്റെ ഒരു വിശദീകരണമാണ് എന്നാണ് ഈ വ്യാഖ്യാനം. ശരി, മനസ്സിലായി. ഇനി ഈ ശിക്ഷകളൊക്കെ നടപ്പാക്കണമെങ്കിൽ അതിന് ചില വ്യവസ്ഥകൾ പാലിക്കണമല്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണെന്ന് തോന്നുന്നു. അതെ, വളരെ പ്രധാനപ്പെട്ടതാണ്. പൊതുവായ ചില വ്യവസ്ഥകളുണ്ട്. പോയിന്റ് 10 അത് പറയുന്നു. ശിക്ഷിക്കപ്പെടുന്ന ആൾക്ക് ബുദ്ധിസ്ഥിരത വേണം, പ്രായപൂർത്തിയായിരിക്കണം. ഇത് 2 തരം ശിക്ഷയ്ക്കും, അതായത് അടിക്കും കല്ലെറിഞ്ഞു കൊല്ലലിനും ബാധകമാണ്. കല്ലെറിഞ്ഞു കൊല്ലലിന്, അതായത് റജ്മിന്, ഇതിലും കൂടുതൽ നിബന്ധനകളുണ്ടോ? ഉണ്ട്. ഈ രേഖയനുസരിച്ച് ചില അധിക വ്യവസ്ഥകളുണ്ട്. 1. കുറ്റം ചെയ്തയാൾ അടിമയാകരുത്, സ്വതന്ത്രനായിരിക്കണം. 2. അയാൾക്ക് സാധുവായ ഒരു വിവാഹബന്ധം ഉണ്ടായിരിക്കണം, നിലവിലുണ്ടായിരിക്കണം. 3. ആ വിവാഹബന്ധത്തിൽ ലൈംഗിക ബന്ധം നടന്നിരിക്കണം, വെറുതെ നിക്കാഹ് കഴിഞ്ഞാൽ പോരാ. 4. ഇമാം അബൂ ഹനീഫയുടെ ഒരു വീക്ഷണം ഈ രേഖ ഉദ്ധരിക്കുന്നുണ്ട്. വിവാഹം നടക്കുമ്പോഴും ആ ലൈംഗിക ബന്ധം നടക്കുമ്പോഴും ഭാര്യാഭർത്താക്കന്മാരിരുവരും സ്വതന്ത്രരും പ്രായപൂർത്തിയും ബുദ്ധിസ്ഥിരതയുമുള്ളവരുമായിരിക്കണം. 5. കുറ്റവാളി മുസ്ലിം ആയിരിക്കണമോ എന്ന കാര്യത്തിൽ പണ്ഡിതർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മുസ്ലിം ആയിരിക്കണമെന്ന് അബൂ ഹനീഫയും മാലിക്കും പറയുമ്പോൾ ഷാഫിയും അഹ്മദുമൊക്കെ അത് നിർബന്ധമില്ലെന്ന് പറയുന്നു. പൂർണ്ണമായ ധാർമ്മിക സംരക്ഷണം, ഇഹ്സാൻ എന്ന് പറയും, അത് ലഭിക്കാൻ വിശ്വാസം കൂടി വേണം എന്നൊരു യുക്തിയാണ് അബൂ ഹനീഫയുടേതായി ഈ രേഖ പറയുന്നത്. വ്യഭിചാരം എന്ന വാക്കിന്റെ അർത്ഥത്തിലും ചില സൂക്ഷ്മതകളുണ്ട്, അല്ലേ? ഏത് തരം ലൈംഗിക ബന്ധമാണിവിടെ ഉദ്ദേശിക്കുന്നത്? യോനിയിലൂടെയുള്ളത് മാത്രമാണോ? നല്ല ചോദ്യം. സാധാരണ ലൈംഗിക അവയവങ്ങൾ, അതായത് യോനി വഴിയുള്ള ബന്ധമാണോ, അതോ ഗുദത്തിലൂടെയുള്ളതും സ്വവർഗരതിയുമൊക്കെ ഇതിൽ പെടുമോ എന്നതിൽ പണ്ഡിതർക്കിടയിൽ ഭിന്നതയുണ്ട്. പോയിന്റ് 8 അത് പറയുന്നു. സാധാരണ അർത്ഥത്തിലുള്ള ലൈംഗിക ബന്ധമാണ് വ്യഭിചാരമെന്ന ഹനഫി പണ്ഡിതരുടെ അഭിപ്രായത്തോടാണ് ഈ രേഖയ്ക്ക് ഒരു ചായ്വ് കാണുന്നത്. ലിംഗത്തിന്റെ അഗ്രഭാഗം അത് പ്രവേശിച്ചാൽ തന്നെ കുറ്റം സ്ഥിരപ്പെടും. സ്ഖലനം നടക്കണമെന്നില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരേ പുതപ്പിനടിയിൽ കാണുന്നത്, അല്ലെങ്കിൽ നഗ്നരായി കാണുന്നത്, അല്ലെങ്കിൽ അടുത്തിടപഴകുന്നത്, ഇതൊന്നും ഈ നിയമപ്രകാരം വ്യഭിചാരം തെളിയിക്കാൻ മതിയായ കാരണമല്ല. പോയിന്റ് 9 അത് വ്യക്തമാക്കുന്നു. വൈദ്യപരിശോധന നടത്തേണ്ട ആവശ്യവുമില്ല എന്നും ഈ രേഖ പറയുന്നു. ഇനിയിപ്പോ ഒരാളെ നിർബന്ധിച്ച് വ്യഭിചാരം ചെയ്യിപ്പിച്ചാലോ? അപ്പോ ശിക്ഷയുണ്ടോ? പോയിന്റ് 11 ഇതേക്കുറിച്ച് പറയുന്നുണ്ടോ? ഉണ്ട്. രേഖ പറയുന്നത് നിർബന്ധിതാവസ്ഥയിൽ, അതായത് ബലപ്രയോഗത്തിലൂടെയോ ഭീഷണിപ്പെടുത്തിയിട്ടോ ചെയ്യിച്ചാൽ ശിക്ഷയില്ല എന്നാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ ഇത് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. പുരുഷന്മാരുടെ കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സമ്മതമില്ലെങ്കിൽ ആ നിർബന്ധിതാവസ്ഥയിൽ ഒരു പക്ഷേ ശാരീരികമായി ഉദ്ധാരണം സംഭവിച്ചാൽ പോലും ശിക്ഷിക്കരുത് എന്ന വാദത്തിനാണ് ഈ രേഖ മുൻഗണന നൽകുന്നത്. ഒരാളെ നിർബന്ധിച്ച് മദ്യം കുടിപ്പിക്കുന്ന ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അയാളുടെ ഉദ്ദേശമില്ലാതെയാണല്ലോ അത് തൊണ്ടയിലൂടെ ഇറങ്ങിയത്. അതുപോലെയാണ് ഇതും പരിഗണിക്കേണ്ടത്. അതാണ് വാദം. ഓക്കെ, ഈ ശിക്ഷ ആരാണ് നടപ്പാക്കേണ്ടത്? ആർക്കെങ്കിലും പോലും ശിക്ഷ നടപ്പാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അക്കാര്യം ഈ രേഖ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പോയിന്റ് 12 ഭരണകൂടത്തിനോ അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തുന്ന നീതിന്യായ സംവിധാനം, അതായത് കോടതിക്കോ മാത്രമാണ് ശിക്ഷ നടപ്പാക്കാൻ അധികാരമുള്ളൂ. വ്യക്തികൾക്ക് നിയമം കയ്യിലെടുക്കാൻ യാതൊരു അധികാരവുമില്ല. ഈ നിയമം രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും, അതായത് മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഒരുപോലെ ബാധകമാണെന്നാണ് ഭൂരിപക്ഷാഭിപ്രായം. ചില പണ്ഡിതർക്ക് ഇതിൽ വിയോജിപ്പുണ്ട്, പ്രത്യേകിച്ചും എറിഞ്ഞുകൊല്ലലിന്റെ കാര്യത്തിൽ അബൂ ഹനീഫയ്ക്ക്. ശരി, ഇനി ഏറ്റവും നിർണായകമായ ഭാഗത്തേക്ക് വരാമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഈ കുറ്റം തെളിയിക്കേണ്ടത്? ഇവിടെയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടെൻഷൻ വരുന്നതല്ലേ? കഠിനമായ ശിക്ഷയാണ്, പക്ഷെ അത് തെളിയിക്കാൻ... അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവിടെയാണ് ഈ നിയമവ്യവസ്ഥയുടെ കാതിലെന്ന് പറയാം. ഒന്നാമതായി, ഒരാളോ തന്റെ കുറ്റം സ്വയം ഏറ്റുപറയണമെന്നോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കുറ്റം കണ്ടാൽ അത് വിളിച്ചു പറയണമെന്നോ
ഇസ്ലാം നിർബന്ധിക്കുന്നില്ല. ഈ രേഖ അത് വ്യക്തമാക്കുന്നുണ്ട്. പോയിന്റ് 14 തെളിവില്ലെങ്കിൽ അത് രഹസ്യമായിരിക്കട്ടെ, മറച്ചുവെക്കട്ടെ എന്നാണ് നിലപാട്. പക്ഷെ ഒരു കേസ് ഔദ്യോഗികമായി അധികാരികളുടെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വിട്ടുവീഴ്ചയില്ല. ഒത്തുതീർപ്പോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകി കേസ് അവസാനിപ്പിക്കലോ ഒന്നും വ്യഭിചാര കേസിൽ സാധ്യമല്ല. പോയിന്റ് 15 അതാണ് പറയുന്നത്. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കാനും പാടില്ല. അപ്പോൾ എങ്ങനെയാണിത് തെളിയിക്കപ്പെടുക? വ്യക്തമായ വഴികൾ വേണമല്ലോ. പ്രധാനമായും 2 വഴികളാണ് ഈ രേഖ പറയുന്നത്. രണ്ടും അങ്ങേയറ്റം കർശനമായ വ്യവസ്ഥകളുള്ളവയാണ്. 1. സാക്ഷ്യം, ടെസ്റ്റിമോണി എന്നു പറയും. പോയിന്റ് 17 കുറഞ്ഞത് 4 പുരുഷ സാക്ഷികൾ വേണം. 4 പേർ? അതെ, വെറും 4 പേരല്ല. അവർ വിശ്വാസയോഗ്യരായിരിക്കണം, നല്ല നടപ്പുള്ളവരായിരിക്കണം, പ്രതിയോട് വ്യക്തിപരമായ ശത്രുതയൊന്നും ഇല്ലാത്തവരായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ 4 പേരും ലൈംഗിക ബന്ധം നടക്കുന്നത്, വളരെ കൃത്യമായി പറഞ്ഞാൽ ലിംഗം യോനിയിൽ പ്രവേശിക്കുന്നത് നേരിട്ട് കണ്ടിരിക്കണം. ഈ രേഖ ഒരു ഉപമ ഉപയോഗിക്കുന്നുണ്ട്. സുർമക്കുപ്പിയിൽ കോല് കടത്തുന്നതുപോലെയും കിണറ്റിൽ കയറിറങ്ങുന്നതുപോലെയും അത്രയും വ്യക്തമായി കണ്ടിരിക്കണം. എപ്പോൾ, എവിടെ വെച്ച്, ആരെല്ലാം തമ്മിലാണ് സംഭോഗം നടന്നത് എന്ന കാര്യത്തിൽ 4 പേരുടെയും മൊഴിയിൽ ഒരു ചെറിയ വ്യത്യാസം പോലും ഉണ്ടാകാൻ പാടില്ല. 4 പേർ ലൈംഗിക ബന്ധം നേരിട്ട് കാണണം. ഇത് പ്രായോഗികമായി ഏതാണ്ട് അസാധ്യമല്ലേ? ഈ വ്യവസ്ഥയുടെ കാഠിന്യം അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ രേഖ തന്നെ പറയുന്നുണ്ട്, ഈ വ്യവസ്ഥകളൊക്കെ കാരണം സാക്ഷിമൊഴിയിലൂടെ വ്യഭിചാരം തെളിയിച്ച ശിക്ഷ നടപ്പാക്കുന്നത് അങ്ങേയറ്റം വിരളമായിരിക്കും എന്നാണ്. ഇനി 4 പേർ വന്ന് സാക്ഷി പറഞ്ഞിട്ട് അവർക്കത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നതിലും തർക്കമുണ്ട്. അവരെ വ്യാജ ആരോപണം നടത്തിയതിന്, അതായത് ഖദഫ് നടത്തിയതിന് 80 അടി ശിക്ഷിക്കണമെന്ന് ചില പണ്ഡിതർ പറയുന്നു. എന്നാൽ അവർ സാക്ഷികളായാണ് വന്നതെന്നും അവർക്ക് ദുരുദ്ദേശമുണ്ടെന്ന് തെളിയിക്കപ്പെടാത്ത പക്ഷം അവരെ ശിക്ഷിക്കരുത് എന്നുമുള്ള അഭിപ്രായത്തിനാണ് ഈ രേഖ മുൻഗണന നൽകുന്നത്. മുഗീറ ഇബ്നു ഷൂബയുടെ കേസ് ഇതിനുദാഹരണമായി പറയുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വഴി അത് കുറ്റസമ്മതമാണ്, കൺഫെഷൻ. പോയിന്റ് 20 പക്ഷെ അതും അത്ര നിസ്സാരമല്ല. കുറ്റസമ്മതം വളരെ വ്യക്തമായിരിക്കണം. യാതൊരു സമ്മർദ്ദവുമില്ലാതെ സ്വമേധയാ ഉള്ളതായിരിക്കണം. ഇത് 4 തവണ വെവ്വേറെ സന്ദർഭങ്ങളിൽ ആവർത്തിച്ചു പറയണമോ? ഇമാം അബു ഹനീഫയും അഹ്മദും അങ്ങനെ പറയുന്നു. അതോ ഒരു തവണ പറഞ്ഞാൽ മതിയോ? ഇമാം മാലിക്കും ഷാഫിയെയും അങ്ങനെ പറയുന്നു എന്നതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. കുറ്റം സമ്മതിക്കുന്നയാൾക്ക് പൂർണ്ണ ബോധമുണ്ടെന്നും അയാൾ ലഹരിയുടെ സ്വാധീനത്തിലല്ലെന്നും ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടല്ലെന്നുമൊക്കെ ന്യായാധിപൻ ഉറപ്പുവരുത്തണം. ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്താണെന്ന് വെച്ചാൽ, ശിക്ഷ നടപ്പാക്കാൻ തുടങ്ങുമ്പോൾ പോലും ആ സമയത്തു വേണമെങ്കിൽ കുറ്റസമ്മതം പിൻവലിക്കാൻ കുറ്റവാളിക്ക് അവകാശമുണ്ട്. അങ്ങനെ പിൻവലിച്ചാൽ ശിക്ഷ ഉടനടി നിർത്തണം. മായിസ് ഇബ്നു മാലിക്, പിന്നെ ഗാമിദിയ എന്ന സ്ത്രീ, ഇവരുടെയൊക്കെ കേസുകൾ ഈ രേഖ വിശദീകരിക്കുന്നുണ്ടല്ലോ. അത് ഈ കുറ്റസമ്മതത്തിന്റെ ഉദാഹരണങ്ങളാണോ? അതെ, വളരെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണവ. രണ്ടുപേരും സ്വയം പ്രവാചകന്റെ അടുത്തുവന്ന് തങ്ങൾ വ്യഭിചാരം ചെയ്തു എന്ന് പല തവണ, റിപ്പോർട്ടുകളിൽ 4 തവണ എന്നാണ് കാണുന്നത്, ഏറ്റുപറഞ്ഞു. ഓരോ തവണയും പ്രവാചകൻ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. നിനക്ക് ഭ്രാന്തുണ്ടോ? നീ മദ്യപിച്ചിട്ടുണ്ടോ? നീ വെറുതെ ചുംബിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ മറ്റോ ചെയ്തതായിരിക്കുമോ എന്നൊക്കെ ചോദിച്ച് അവരെ തിരിച്ചയക്കാൻ നോക്കി. പക്ഷെ അവരാ കുറ്റസമ്മതത്തിൽ ഉറച്ചു നിന്നപ്പോൾ മാത്രമാണ് ശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചത്. മായിസിനെ കല്ലെറിയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു, തന്നെ ചതിച്ചതാണെന്ന് പറയുകയും ചെയ്തു. പിന്നീട് പ്രവാചകൻ, എന്തുകൊണ്ട് നിങ്ങൾ അയാളെ വെറുതെ വിട്ടില്ല? ഒരുപക്ഷെ അയാൾ പശ്ചാത്തപിക്കുമായിരുന്നില്ലേ എന്ന് ചോദിച്ചതായും ഈ രേഖ പറയുന്നുണ്ട്. ഗാമിദ്യ ഗർഭിണിയായിരുന്നു. അപ്പോൾ പ്രസവിച്ച് കുഞ്ഞിന്റെ മുലകുടി മാറിയതിനു ശേഷമാണ് ശിക്ഷ നടപ്പാക്കിയത്. ഈ കേസുകളിൽ അവരുമായി ബന്ധപ്പെട്ട മറ്റേ കക്ഷി ആരാണെന്ന് പ്രവാചകൻ ചോദിച്ചില്ല. എന്നാൽ കുറ്റവാളി തന്നെ പേര് പറഞ്ഞാൽ മറ്റേയാളോട് ചോദിക്കും. അയാൾ നിഷേധിച്ചാൽ കുറ്റം സമ്മതിച്ചയാളെ മാത്രം ശിക്ഷിക്കും എന്നും ഈ രേഖ പറയുന്നു. അപ്പോൾ എന്ത് ശിക്ഷ നൽകുമെന്നതിലും തർക്കമുണ്ട്. ഇനി വേറൊരു കാര്യം, ഒരു സ്ത്രീ ഗർഭിണിയായി കണ്ടാൽ അത് വ്യഭിചാരം നടന്നതിന് തെളിവായിട്ടെടുക്കുമോ? പോയിന്റ് 18 ഇതേക്കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ രേഖയും ആ അഭിപ്രായത്തെയാണ് പിന്തുണയ്ക്കുന്നത്.
ഗർഭം മാത്രം വ്യഭിചാരത്തിന് തെളിവായി എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഇസ്ലാമിക നിയമത്തിന്റെ ഒരു അടിസ്ഥാന തത്വം സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് നൽകുക എന്നതാണ്. ഒരു ഹദീസ് ഈ രേഖ ഉദ്ധരിക്കുന്നുണ്ട്: സംശയങ്ങൾ നിലനിൽക്കുന്നിടത്തോളം ശിക്ഷകൾ ഒഴിവാക്കുക എന്ന്. പിന്നെ ലൈംഗിക ബന്ധത്തിലൂടെ അല്ലാതെ, ഉദാഹരണത്തിന് പുറത്തുവീണ ബീജം ഏതെങ്കിലും ഒരു അസാധാരണ സാഹചര്യത്തിൽ ഗർഭപാത്രത്തിലെത്തി അങ്ങനെ ഗർഭം ധരിക്കാൻ ഒരു വളരെ വളരെ നേരിയ സാധ്യതയുണ്ട് എന്നതും ഒരു കാരണമായി പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പോ ഇത്രയും കഠിനമായ ഒരു ശിക്ഷ നൽകുന്നതിന് യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത തെളിവ് വേണം. അതാണ് ഇതിന്റെ പിന്നിലെ യുക്തി. ശരി, മനസ്സിലായി. ഇനി ശിക്ഷ നടപ്പാക്കുന്ന രീതി, അതിനെക്കുറിച്ച് ഈ രേഖ എന്താണ് പറയുന്നത്? ആ 100 അടി അതെങ്ങനെയാണ് നടപ്പാക്കുക? പോയിന്റ് 23 വിശദീകരിക്കുന്നുണ്ടോ? ഉണ്ട്. ജൽദ് എന്ന അറബി വാക്കിന്റെ അർത്ഥം തൊലി എന്നാണ്. അപ്പോ അടി തൊലിപ്പുറത്തായിരിക്കണം. മാംസത്തിന് മുറിവേൽക്കുകയോ എല്ലൊടിയുകയോ ഒന്നും ചെയ്യരുത്. ഉപയോഗിക്കുന്ന ചാട്ടവാർ ഒരുപാട് കട്ടിയുള്ളതോ അല്ലെങ്കിൽ തീരെ നേർത്തതോ ആകരുത്. ഒരു ഇടത്തരം കനമുള്ളതായിരിക്കണം. മുഖത്തും ലൈംഗികാവയവങ്ങളിലും അടിക്കാൻ പാടില്ല. ഹനഫികൾ തലയിലും അടിക്കരുതെന്ന് പറയുന്നു. അടി ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വീതിച്ചു നൽകണം. പുരുഷനെ നിർത്തിയും സ്ത്രീയെ ഇരുത്തിയുമാണ് അടിക്കേണ്ടതെന്ന് ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായമായി രേഖ പറയുന്നു. സ്ത്രീ വസ്ത്രം ധരിച്ചിരിക്കണം. പുരുഷന്റെ വസ്ത്രധാരണത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാലാവസ്ഥ വളരെ മോശമാണെങ്കിൽ, കഠിനമായ ചൂടോ തണുപ്പോ ഉണ്ടെങ്കിൽ അടിക്കരുത്. രോഗികൾക്കും വളരെ പ്രായമായവർക്കും ഇളവുണ്ട്. 100 ചെറിയ ഈന്തപ്പന ഇർക്കിലുകൾ ഒരുമിച്ച് കെട്ടി അതുകൊണ്ടൊരടി കൊടുത്താൽ മതിയാകും. ഗർഭിണിയാണെങ്കിൽ പ്രസവശേഷം ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം മാത്രമേ ശിക്ഷിക്കാവൂ. എറിഞ്ഞുകൊല്ലലിന്റെ, അതായത് റജ്മിന്റെ കാര്യത്തില് സാക്ഷികളാണ് കുറ്റം തെളിയിച്ചതെങ്കിൽ അവരാദ്യം കല്ലെറിയണം. കുറ്റസമ്മതമാണെങ്കിൽ ന്യായാധിപൻ തുടങ്ങണമെന്നും വ്യവസ്ഥയുണ്ട്. പോയിന്റ് 24 അത് പറയുന്നു. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ശിക്ഷയ്ക്ക് ശേഷമുള്ള പെരുമാറ്റമാണ്. അത് ശ്രദ്ധേയമാണ്. ശിക്ഷിക്കപ്പെട്ടവരോട് എങ്ങനെ പെരുമാറണം എന്നാണ് ഈ രേഖ പറയുന്നത്. എറിഞ്ഞു കൊല്ലപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും അയാളെ ഒരു മുസ്ലിമായി തന്നെ പരിഗണിക്കണമെന്നാണ് ഈ രേഖ പറയുന്നത്. പോയിന്റ് 24 അത് വ്യക്തമാക്കുന്നു. മൃതദേഹം കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, അതായത് അന്ത്യവസ്ത്രം ധരിപ്പിക്കണം, അയാൾക്കു വേണ്ടി മയ്യത്ത് നമസ്കരിക്കണം, മുസ്ലിം ശ്മശാനത്തിൽ മറവ് ചെയ്യണം, അയാൾക്കു വേണ്ടി പാപമോചനത്തിനായി പ്രാർത്ഥിക്കണം. അവരെക്കുറിച്ച് പിന്നീട് മോശം പറയുന്നത് പ്രവാചകൻ വിലക്കിയിട്ടുണ്ട്. മായസിനെക്കുറിച്ചും ഗാമിതിയെക്കുറിച്ചും ചിലർ മോശം പറഞ്ഞപ്പോൾ പ്രവാചകൻ അവരെ തിരുത്തിയ സംഭവങ്ങൾ ഈ രേഖ ഉദ്ധരിക്കുന്നുണ്ട്. ശിക്ഷയുടെ ലക്ഷ്യം നീതി നടപ്പാക്കലാണ്, അല്ലാതെ വ്യക്തികളോടുള്ള വെറുപ്പല്ല എന്നൊരു സന്ദേശം ഇതിലുണ്ട്. ശിക്ഷിക്കപ്പെട്ടവരോടുള്ള ഈ ഒരു സമീപനത്തെ ആധുനിക കാലത്തെ ചില സംസ്കാരശൂന്യമായ പ്രവണതകളുമായി ഈ രേഖ താരതമ്യം ചെയ്യുന്നുമുണ്ട്. മറ്റു ചില കാര്യങ്ങളും ഈ രേഖ സൂചിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ അവസാന ഭാഗത്ത്? അതെ, ഹ്രസ്വമായിട്ട്. പോയിന്റ് 25 വിവാഹം നിഷിദ്ധമായ അടുത്ത ബന്ധുക്കളുമായിട്ടുള്ള ലൈംഗിക ബന്ധം, അതുപോലെ സ്വവർഗരതി, ഇതിന്റെയൊക്കെ ശിക്ഷകളെക്കുറിച്ച് തഫ്ഹീമുൽ ഖുറാനിലെ മറ്റു വ്യാഖ്യാന ഭാഗങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. മൃഗങ്ങളുമായുള്ള ലൈംഗിക ബന്ധം അത് സാങ്കേതികമായ വ്യഭിചാരമല്ലെന്നും, എന്നാൽ അതിന് ഭരണാധികാരിക്ക് യുക്തമായ ഒരു ശിക്ഷ, തഅസീർ എന്ന് പറയും, അത് നൽകാമെന്നും പ്രമുഖ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി പറയുന്നു. അവസാനമായി ഈ നിയമം നടപ്പാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ കൂടി ഈ രേഖ ഒന്നുകൂടി ഊന്നി പറയുന്നുണ്ടല്ലേ? അതെ. ഒന്ന്, അള്ളാഹുവിന്റെ ദീൻ നടപ്പാക്കുമ്പോൾ തെറ്റായ ദയ കാണിക്കരുത് എന്നത്. പോയിന്റ് 3 ദീൻ എന്നാൽ വെറും ആരാധന മാത്രമല്ല, അതൊരു നിയമവ്യവസ്ഥ കൂടിയാണ് എന്ന് ഇത് സൂചിപ്പിക്കുന്നു. പദവിയോ ബന്ധുത്വമോ നോക്കിയിട്ട് നിയമത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് വലിയ അപരാധമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഒരു ഹദീസും ഈ രേഖ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2 ശിക്ഷ പരസ്യമായി നടപ്പാക്കുന്നതിന്റെ ഉദ്ദേശം. പോയിന്റ് 4 ഇത് കുറ്റവാളിക്ക് മാത്രമല്ല, അത് കാണുന്ന സമൂഹത്തിനും ഒരു പാഠവും താക്കീതുമാകാനാണ്. ശിക്ഷയുടെ ലക്ഷ്യങ്ങൾ 3 പറയുന്നു. പ്രതികാരം അല്ലെങ്കിൽ നീതി നടപ്പാക്കൽ, റെട്രിബ്യൂഷൻ; കുറ്റവാളിയെ ഭാവിയിൽ നിന്ന് തടയൽ, ഡിറ്ററൻസ്; സമൂഹത്തിന് മൊത്തത്തിലൊരു പാഠം നൽകൽ, എക്സാമ്പിൾ. അപ്പോൾ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ ഇത്രയും നേരം പരിശോധിച്ച ഈയൊരു പ്രത്യേക രേഖയുടെ അടിസ്ഥാനത്തിൽ ചുരുക്കി പറഞ്ഞാൽ, ഇസ്ലാമിക നിയമം വ്യഭിചാരത്തെ വളരെ ഗൗരവമുള്ള സമൂഹത്തിനെതിരായൊരു കുറ്റമായി കാണുന്നു. ഇതിന് വ്യക്തമായി നിർവചിക്കപ്പെട്ട ശിക്ഷകളുണ്ട്. അവിവാഹിതർക്ക് 100 അടി, വിവാഹിതർക്ക് എറിഞ്ഞുകൊല്ലൽ.
ഇത് ഖുറാനും പ്രവാചകചര്യയും അടിസ്ഥാനമാക്കിയാണെന്ന് ഈ രേഖ വാദിക്കുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കേവലം ശിക്ഷാ നിയമങ്ങളുടെ ഒരു ലിസ്റ്റല്ല. ഈ രേഖ അവതരിപ്പിക്കുന്നത് ഒരു സമ്പൂർണമായ സംവിധാനമാണ്. അതിൽ ധാർമ്മികമായ ബോധവൽക്കരണം, വിവാഹം പോലുള്ള സാമൂഹിക സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ, പ്രലോഭനങ്ങൾ ഒഴിവാക്കാനുള്ള പലതരം മുൻകരുതലുകൾ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതിനെല്ലാം ശേഷമാണ് ശിക്ഷ വരുന്നത്. ആ ശിക്ഷ നടപ്പാക്കണമെങ്കിൽ തന്നെ അങ്ങേയറ്റം, ഞാൻ വീണ്ടും പറയുകയാണ്, അങ്ങേയറ്റം കർശനമായ തെളിവുകൾ വേണം. ഒന്നുകിൽ ആ 4 പുരുഷസാക്ഷികൾ നേരിട്ട് കാണണം, അല്ലെങ്കിൽ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത, സമ്മർദ്ദമില്ലാത്ത, എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാവുന്ന ഒരു കുറ്റസമ്മതം വേണം. ഈ വിഷയത്തിന്റെ ഒരു സങ്കീർണതയും നമ്മൾ ചർച്ച ചെയ്തത് ഈ വിഷയത്തിലെ ഒരു പ്രത്യേക വ്യാഖ്യാനം മാത്രമാണെന്നതും നിങ്ങൾ വീണ്ടും ഓർക്കണം. തീർച്ചയായും ഈ തെളിയിക്കാനുള്ള വ്യവസ്ഥകളുടെ കാഠിന്യം നമ്മൾ കാണുമ്പോൾ 4 പ്രത്യക്ഷ സാക്ഷികൾ അല്ലെങ്കിൽ അത്രയും സ്ഥിരതയുള്ള കുറ്റസമ്മതം, ഈ ശിക്ഷകൾ ഒരു സിദ്ധാന്തമെന്ന നിലയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രായോഗികമായി ഇത് നടപ്പാക്കുക എന്നത് അങ്ങേയറ്റം ദുഷ്കരവും വളരെ വിരളവുമാകാനാണ് സാധ്യത. ഈ രേഖയുടെ തന്നെ അവതരണത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വളരെ കഠിനമെന്ന് തോന്നാവുന്ന ശാരീരിക ശിക്ഷകൾ നിർദ്ദേശിക്കപ്പെടുന്നു. എന്നാൽ മറുവശത്ത് ആ കുറ്റം തെളിയിക്കാനുള്ള കടമ്പകൾ അസാധാരണമാം വിധം അല്ലെങ്കിൽ അങ്ങേറ്റം ഉയർത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശിക്ഷയുടെ ഈ കാഠിന്യവും അത് തെളിയിക്കാനുള്ള ഈ അതിഭയങ്കരമായ ബുദ്ധിമുട്ടും തമ്മിലുള്ള ഈ ഒരു സന്തുലിതാവസ്ഥ, അത് സാമൂഹിക കെട്ടുറപ്പ്, വ്യക്തിയുടെ നിരപരാധിത്വം സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം, നീതിയുടെ നിർവഹണം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങളോട് പറയുന്നത്? ഈ വിഷയത്തിലേക്കുള്ള നമ്മുടെ ഈ ആഴത്തിലുള്ള അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി.